ഇത് കാട് മുടച്ചും ഫോറസ്റ്റ് ആണല്ലോ. അതെ അതെ, കാട് മൊത്തം ഫോറസ്റ്റ് ആണെന്നാണ് ഐസലേട്ടൻ പറഞ്ഞത്. ഞങ്ങളിപ്പോ കാട്ടിലാണ്. അതെ അതെ, കണ്ടൽക്കാടിന് നടുക്കാണ്. അയ്യോ, എന്തായാലും നമ്മുടെ സീ ഫുഡ് റെസ്റ്റോറന്റ് പേര് മിഡ് ഡേ മാംഗ്രൂവ്സ് അല്ലേ? അപ്പൊ അവിടെയാണ് നമ്മളുള്ളത് ഇപ്പോ. മിഡ് ഡേ മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൽക്കാടിന് നടുക്കുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. അവിടെയുള്ള രുചികളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഞങ്ങളിന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ അകത്തേക്ക് പോവാം, വാ കാണിച്ചു തരാം. ആൾക്കാരെ പറ്റിക്കാനത് ധാരാളം അല്ലേ? ഇത് കണ്ട ഇവിടുത്തെ ഫീലും നോക്കി ആംബിയൻസും ഒക്കെ അടിപൊളി ഒന്നും പറയുന്നത്. ഒന്ന് ഓടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഇത് കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നതാണ് പ്രശ്നം. നോക്കിയോടാ, മുളക് വെച്ചടിച്ച് ഉണ്ടോ? സൗണ്ട് വരെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ വന്നപ്പോൾ വേണ്ട എൻ്റെ ഉള്ളിൽ അടിപൊളി വെട്ട് മുളക് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പിക്ചറൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കിയാൽ പുറത്തേക്ക് അതിനപ്പുറത്തുണ്ടെ കറക്റ്റ് കാണിച്ചു തരാം. എന്നാലും നിങ്ങൾക്ക് വ്യക്തമാകും. ഇവിടെ വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കണമെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കി. ഒന്നും പറയാനില്ല, സൂപ്പർ. വേണ്ട അവിടെ നിന്നുള്ള വിഷയം നോക്കിക്കോട്ടെ. ചുറ്റും ഞാൻ കാണിച്ചു തരാം. കാണിച്ചിട്ട് നൈസേട്ടനോട് നൈസേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. കണ്ട ഈ ഒരു ആംബിയൻസിലിരുന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അടിപൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. ഇനി അപ്പുറത്ത് കായലാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് വന്ന് പോകണം. ഞാൻ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് വിട്ട് കാണിച്ച് തന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് നോക്കാം. ഒറ്റ വീഡിയോ ക്ലിപ്പിൽ നമുക്ക് അല്ലേ ചെയ്ത് ലൊക്കേഷനാണ് കാണിച്ചു തരാം. ബാക്കി ഫുഡിൻ്റെ വിശേഷങ്ങൾ പുറകെ. സീ ഫുഡാണെന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ തൊട്ട് പുറകെ വരുന്നതായിരിക്കും. ഇവിടുത്തെ വിഷ്വൽ അവിടെ ഞാൻ ഓടിച്ചിട്ട് ഒറ്റടി കാണിച്ചു തരാം. കണ്ടോ, നൈസിലേട്ടോ. രാത്രി വന്നാൽ മുട്ടായിരിക്കും. ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ ഒറ്റടി ലൊക്കേഷൻ ഒന്ന് കാണിച്ചു വിട്ടേട്ടെ. നമ്മുടെ മറ്റേ വാട്ടർ ടാങ്കാണ് അല്ലേ? അത് വെച്ചിട്ട് വേണ്ട ചുറ്റും മുളയൊക്കെ വെച്ച് കിണർ പോലെ ആക്കിയെടുത്തേ. വേണമെങ്കിൽ ഇവിടെ കൈ കഴുകാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. എല്ലാം ഓടിച്ചിട്ട് കാണിച്ചാൽ അതെ. ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇവിടെ നിന്നും കഴിക്കാം കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കഴിക്കാതെ. ആഹാ, കൊക്കൊക്കെ പറന്നുകൊണ്ട് നോക്കി ഈ കായലിൻ്റെ പറ്റിയിരുന്ന് ഇങ്ങനെ കഴിക്കാം. ഒരു ചീന വലയൊക്കെ ഉണ്ട്. അപ്പുറത്ത് ഒരു മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. വഞ്ചിക്കാർ ഒന്നും പറയാനില്ല, അടിപൊളി. കുറച്ച് വൈകുന്നേരം വന്നിച്ചെങ്കിൽ സൂപ്പർ. ഞങ്ങളിത് കുറേ ദിവസം വീഡിയോ എടുക്കാൻ നിന്നിട്ട് തെന്നി പോണിരുന്നു. നിങ്ങളുടെ ടൈമിംഗ് ആണ് സെറ്റ് ഉണ്ടാവില്ല. ഹായ്, ഇതല്ല ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈക്കിളിൻ്റെ വീലൊക്കെ എടുത്ത് പെയിൻറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി അത് വേണമല്ലോ അല്ലേ? അല്ലേ, എന്തായി കയറിയാ? ഓ, അതിൻ്റെ അകത്തും കയറി കഴിക്കല്ലേ? ഓഹോ, അടിപൊളി. നോക്കി ഒരു ഫ്ലോട്ടിങ് സെറ്റപ്പും കൂടി. അമ്പോ, കയറിയപ്പോൾ കുരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അടിപൊളി. എന്താണ് അവസ്ഥ നീ ബൾബ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ആഹാ, ഇങ്ങനെ ശരി ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അതെ, ഒരു ചെറിയ ഒരു ആട്ടമൊക്കെ ഉണ്ടാവും, പക്ഷെ പേടിക്കണ്ടൊന്നും സംഭവിക്കില്ല. വാ, അടുത്ത അവിടം വരെ കൂടി ഒന്ന് കാണിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് ഫുഡിൻ്റെ പരിപാടി നിൽക്കുന്നത്. അയ്യോ, സീരിയസ് സെറ്റൻ്റെ മുടി പിടിച്ചു, തല കുടിക്കുക. അരുണേ, ഹായ്. അരുണാണ് ഇതിൻ്റെ ആൾ. അരുണൊന്ന് കാണിച്ചു കേട്ടെ. കിട്ടില്ല കേട്ടോ, ആംബിയൻസ് പൊളിച്ചൊന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ കാണികൾക്ക് വേണ്ടി ഒറ്റ റൗണ്ടിലാണ് ഓടിച്ചു വിട്ടാണ്. ഒന്ന് കാണിച്ചു വിട്ടേ. എവിടെയാണല്ലേ കുക്കിംഗ് ഏരിയ? ഇതാണ് ഒരു കുക്കിംഗ് ഏരിയ. അവിടെയാണ് കുക്കിംഗ് ഏരിയ. ഇതാണ് നമ്മൾ അവിടെ തന്നെ കയറി വന്നത്. കണ്ടോ, അവിടെ ചീനാലൊക്കെ പൊക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് നമ്മുടെ പണിക്കാരനാണ്.
അപ്പോൾ ഇവിടെ തന്നെ മീൻ പിടിച്ചിട്ട് ലൈവാണോ നമുക്ക്? ലൈവാണ്. ഓ അപ്പോൾ തന്നെ അടിപൊളി. സത്യം പറഞ്ഞാൽ വൈകുന്നേരം വന്നിരിക്കണല്ലേ? അയ്യോ അടിപൊളി മൂടാണ്. അരുൺ കുറച്ച് നാളായി പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ടൈമിങ് അവിടെ എല്ലാവരും കൂടെ സെറ്റ് ആവുള്ളൂ അല്ലേ? എന്താണ് അത്? കുഴപ്പമില്ല, പലതിനും പല ടൈം ഉണ്ടല്ലോ. എന്നാലും മീൻ കിട്ടുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ശരിയാക്കാം. ഇവിടെ ചേച്ചിയാണ് മെയിനായിട്ട് ഇവിടെ കുക്ക് ചെയ്യണം. ചേച്ചിയുടെ പേരെന്താണ്? വനജ. ഓക്കെ, നമുക്ക് വേണ്ടി ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ചോറ് എത്തിയിട്ടുണ്ട് നമ്മുടെ ടേബിളിൽ. അതിൻ്റെ കൂടെയുള്ള കറികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിയലുണ്ട്, പിന്നെ പൈനാപ്പിൾ ഉണ്ട്, പിന്നെ പരിപ്പൂരി ഉണ്ട്, പിന്നെ പുളിയിഞ്ചി, പയറ് മെഴുക്കുരുട്ടി, പപ്പടം അല്ലേ? അടിപൊളി. പിന്നെ നമുക്കുള്ളത് കൂന്തൽ കാന്താരി റോസ്റ്റ് ഉണ്ട്, അടിപൊളി. പിന്നെ ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ആവോലി ഫ്രൈ, പിന്നെ നമ്മുടെ അയലക്കറി ഉണ്ട് അതിൻ്റെ കൂടെ, പിന്നെ നമുക്ക് ഇടിയിറച്ചി ഉണ്ട്. ഓക്കെ, സാമ്പാറും നമുക്ക് സാമ്പാറുണ്ട്, പുളിശ്ശേരി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒപ്പം ഇത് ഒരു ഹാഫ് പോർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ പോർഷൻ ഇതിലും കൂടുതലുണ്ടാകും ക്വാണ്ടിറ്റി. ഇത് ഞങ്ങൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കാണിക്കാനും വേണ്ടി ഹാഫ് പോർഷൻ എടുത്തേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡ് വിഭവങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിക്കാൻ പോകണം. അതിന് മുന്നേ കുറച്ച് പേരെ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ആൾക്കാർ ഇതാണ്. അരുണിൻ്റെ അമ്മച്ചി. പക്ഷേ പേരെന്ന് പറഞ്ഞേ? ദിനേശ്. ഷീല. അരുൺ. പിന്നെ അരുണേ നമ്മുടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ സ്ഥിരം കടിയുണ്ട് ഫുഡിൻ്റെ നൈസ്ലേഷനുണ്ട്. എടാ നിൻ്റെ പേര്? സോറി, ജിതിനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ആദ്യം ഒന്ന് കാണികൾക്ക് പറഞ്ഞു കൊടുക്കാം. അടുത്ത് തന്നെ 50 മീറ്റർ ഉള്ളല്ലേ അവിടെ നിന്ന്? ഓക്കെ. നീ എൻ്റെ വഴിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ നമ്മുടെ അരൂര് എത്തുന്നതിന് മുന്നുള്ള ടോൾ ഉണ്ടല്ലോ, ഈ കുമ്പളം ടോൾ. അതിന് തൊട്ട് മുന്നേ ടോൾ കിടക്കണ്ട, അതിന് തൊട്ട് മുന്നേ ലെഫ്റ്റോട്ട് വെട്ടിച്ച് പോണ ഒരു വഴി. വെട്ടിച്ച് പോണ ഒരു വഴിയുണ്ട്. കണ്ട ഒരു 50 മീറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡ് കാണാം. അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇനിയിപ്പോ അതർ സൈഡിൽ നിന്ന് വന്നെങ്കിൽ അല്ലേ, ചേർത്തല സൈഡിൽ നിന്ന് വന്നെങ്കിൽ അതും ടോളിന് മുന്നേ റൈറ്റിലോട്ട് എടുക്കാം അല്ലേ? പോണ വഴി അല്ലേ? അപ്പോൾ ലൊക്കേഷൻ ഉണ്ട്. പിന്നെ ഒരു കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. അതായത് നമ്മളോട് ഇവിടുത്തെ സ്റ്റാഫ് ശിവയുണ്ട്. ഹായ്. ശിവ ഇവിടെ ചൂണ്ടിടാൻ പോണേണ്. ശിവൻ ചൂണ്ടിടുന്ന ഇപ്പോൾ കാണിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചൂണ്ടയൊക്കെ തരും. അപ്പോൾ ഇവിടെ എവിടെയാണെങ്കിലും നിന്ന് ചൂണ്ടിടാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഇവിടെ വന്നാൽ. എന്നുകൂടി കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ. ശിവ, ഇപ്പുറത്ത് രണ്ടുപേരും കൂടി ഇരിക്കണ്ട, നമുക്ക് അവരെയും കൂടി ഒന്ന് പരിചയപ്പെടണം. ഫുഡ് മാടി അല്ലേ? സോറി, പരിചയപ്പെട്ടില്ല. പേര്? ദിദി. ജോർജ്. സെലിബ്രിറ്റീസ് സോൺ ബൈ ജോർജ് ആന്റണിയാണ്. അത് കൊച്ചിക്കാരൻ ഫുഡി. ഒന്ന് കാണിച്ചേക്കട്ടെ. അവരും വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇവരുടെ ചാനലും കൂടി ഫോളോ ചെയ്തേക്കണം. ഫുഡ് മാടി അല്ലേ? അതന്നെ കൊച്ചിക്കാരൻ ഫുഡി. ഇതാണ് കറക്റ്റ് ഫുഡീസ്. കണ്ട എന്നെ കൂട്ടണ്ടട്ടാ. അല്ല ഞാൻ ആക്കി എടുത്തിട്ട്. അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം ബ്രോ. സന്തോഷം. ഇങ്ങനെയാണ് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇതിങ്ങനെ ഒരു കഷ്ണം എടുത്താണ് പിടിച്ച അല്ലേ? അതിനെയാണ് പിടിച്ച് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇടിയിറച്ചി ട്രൈ ചെയ്ത് നോക്കണേ. അതെ അതെ, ഫസ്റ്റ് എടുത്തേക്കണ ഇടിയിറച്ചിയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നൈസ്ലാൻഡ് ഇപ്പോൾ കറക്റ്റ് കാര്യം പറയും. നൈസ്ലാൻഡ് അല്ല, ഞങ്ങളുടെ കൊച്ചിക്കാരൻ ഫുഡി, ഞങ്ങളുടെ സ്വന്തം ഫുഡി. എങ്ങനെയുണ്ട്? വെളിച്ചെണ്ണയിലാണ് ചെയ്തേക്കണം. അതിൻ്റെ പ്രത്യേകത ഉണ്ട്. നല്ല ക്രിസ്പിയാണ്. ഇഞ്ചി എല്ലാത്തിനും വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ നല്ല ഫ്ലേവർ നല്ലപോലെ കയറി വരുന്നുണ്ട്. അടിപൊളിയാണ്. നെക്സ്റ്റ് എടുക്കാമോ ടേസ്റ്റ് ചെയ്യാൻ? നെക്സ്റ്റ് ഞാൻ ചെമ്മീൻ ട്രൈ ചെയ്യണം. ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ ഈ പറഞ്ഞ രീതിയിൽ ഇവർ എന്താ ചെയ്തേക്കണം അവിടെ. നിങ്ങളുടെ ഇരിപ്പും കഴിക്കണം കണ്ടിട്ട് എനിക്ക് തന്നെ കൊതി വന്നിട്ട് ഇത് ശരിയാവില്ല. എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഇത് മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു മാനസിക പീഡനമാണ്. എങ്ങനെയുണ്ട്? ഐ ലൈക്ക് ഇറ്റ്. ഇതിൽ സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി. ഇടിച്ചമുളകും ചെറിയുള്ളിയുമാണ് യൂസ് ചെയ്തേക്കണം. ചെറുതായിട്ട് തക്കാളി എന്തോ ഒന്നുണ്ട്. മധുരത്തിന്റെ ഒരു ചെറിയ ഫ്ലേവർ കയറി വരുന്നുണ്ട്. അത് നല്ല രസമായിട്ടുണ്ട്. എരിവും മധുരവും കൂടി
കൂടി വരുമ്പോൾ വാഴ അകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഒരു വേറെ ലെവലാണ്. കൊള്ളാം, അടിപൊളിയാണ്. നെക്സ്റ്റ് ഏതാണ് ട്രൈ ചെയ്യുമ്പോൾ ഇവിടെ ഇടിയിറച്ചി നമ്മൾ നോക്കിയല്ലേ ഞാൻ ചെറിയ പീസ് അവിടെ കാണാനുണ്ട്. അത് ഞാൻ വന്നപ്പോ തന്നെ പിടിച്ചാണ്. ആദ്യമേ വന്നപ്പോ തന്നെ പിടിച്ചു. നാരങ്ങ പിഴിഞ്ഞ കണ്ടപ്പോ തന്നെ അടിച്ചു മാറ്റി. നാരങ്ങ പിഴിഞ്ഞ് പിന്നെ നാരങ്ങ പിഴിഞ്ഞ് കൊതിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വെറുത്തിട്ട് ഇത്തിരി ചോറും കൂട്ടിയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ഭയങ്കര അതിഭാവത്തില്ലാത്ത വെച്ചാൽ ഭയങ്കര സ്പൈസി ഒന്നും അല്ലാത്തൊരു മീൻ വറുത്തത്. സിമ്പിളാണ്. ഇതും വെളിച്ചെണ്ണ തന്നെ ചെയ്തേക്കണം. അതിൻ്റെ ഇത് നിൽക്കുന്നുണ്ട്. ടേസ്റ്റാണ്, നന്നായിട്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താണ് ട്രൈ ചെയ്യേണ്ടത്? നമുക്ക് ചോറ് കഴിച്ചു തുടങ്ങാം. ചോറ് കഴിച്ചു തുടങ്ങാം. മീൻ കഴിക്കണ്ടേ? മീനുണ്ട്. അയ്യോ, ഇത് മെയിൻ ഒരു സാധനം. അയ്യോ, കൂന്തലുണ്ട് മോനെ. കാന്താരി കൂന്തൽ അല്ലേ? അതും കൂടി ഒന്ന് കഴിച്ചാ. അതാണ് ഇവിടുത്തെ കാന്താരി കൂന്തൽ. കഴിച്ചാ എങ്ങനെയാണെന്ന് പറഞ്ഞേ? എരിവും പുളിയും ഇഞ്ചിയുടെ ഫ്ലേവറും അവിടെ പുതിനയിലയുടെ ഫ്ലേവറും ഒക്കെ ഉള്ള ഒരു ഡിഷാണ്. കൊള്ളാം, ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ. അതെ, കുറച്ച് നേരം ഇവിടെ മാനസികമായിട്ട് തന്നെ പിടിപ്പിച്ചുകൊണ്ടിരിക്കണേ. ഞാനൊന്നത് പിടിച്ചതെന്ന് പിടിച്ചാൽ കുറച്ച് നേരം ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. നിങ്ങൾ കാണും, നിങ്ങളെ കൊതിപ്പിക്കും. ആദ്യം തന്നെ ഇതേ നിങ്ങൾ ഈ എടുത്താൽ കാന്താരി കൂന്തൽ കണ്ടിട്ട് പുതിയായിട്ട് വെള്ളമായിരുന്നില്ല. അതാണ് ആദ്യം തന്നെ എടുത്തത്. കുറച്ച് നേരം പുള്ളി ഇട്ടട്ടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാനിവിടെ സഹിച്ചിരിക്കണേ. കൊള്ളാട്ടാ, പറഞ്ഞത് സംഭവം ശരിയാണ് കേട്ടോ. കീടിന സാധനം, ചെറിയ പുളിയും ചെറിയ എരിവും ഒക്കെ കൂടി വന്നിട്ട് കീടിന സാധനം. കുറച്ച് ഇടിയിറച്ചിയും കൂടി ഞാൻ കഴിച്ചു നോക്കാം. നമ്മൾ ഉണ്ടാവും പഴം കഴിച്ചു നോക്കണം. അത് ചോറിനൊപ്പം കഴിക്കാം അല്ലേ? അത് ചോറിന് മുകളിലിട്ടിട്ട് കഴിച്ചു നോക്കിയേ. അതെ, ചോറിൻ്റെ മുകളിൽ അത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാണ് പിടിച്ചിട്ട് ഇങ്ങനെ കിളി പോയാ കൊള്ളാം. കിളി പോയി. കിടിലൻ സാധനം ഒന്നും പറയാം. പിന്നെ അതിൻ്റെ ഒപ്പം വേറെ വിഭവങ്ങളൊക്കെ ഇവിടെ ചെമ്മീൻ. അത് ശരിയാണ്, അറിയാണ്ട് സംഭവിച്ചത്. വലിയ ചെമ്മീൻ തന്നെ ഇട്ടിട്ടുണ്ട്. കിടിലിനൊരു പീസ് ഇട്ടിട്ടുണ്ട്. ഞാൻ കൊതിപ്പിച്ചെന്ന് പറയരുത് കേട്ടോ. എൻ്റെ അവസ്ഥ ഞാൻ അഭിനയിക്കണല്ല, നാച്ചുറൽ വന്നു പോണേണത്. ഓ, ഒന്നും പറയാനില്ല കേട്ടോ. പൊളി സാധനം, വേറെ ലെവല്. എരിവും മധുരവും കൂടിയിട്ട് ചോറും കൂടി പിടിക്കാൻ തോന്നണം. ഗ്രേവി പോയി ഉറപ്പായിട്ട് എൻ്റെ വായിന്നല്ല കേട്ടോ, കയ്യിൽ നിന്നാ പോയത്. തെറ്റിയിരിക്കരുത്, വീഡിയോയിൽ ചിലപ്പോൾ തെറ്റാറ്. എന്തായാലും ഞങ്ങൾ ഇനിയോട് തുടങ്ങാൻ പോണേണ് അല്ലേ നൈസേട്ടാ? ആരംഭിക്കാലോ. കുറച്ച് സമയം കളയാനില്ല. ഇങ്ങനെ ഭക്ഷണം വെച്ചോണ്ടിരുന്ന് സംസാരിക്കണമെങ്കിൽ എനിക്കും താല്പര്യമില്ല. അതെ, ഓക്കെ. ഞാൻ എൻ്റെ ഇടയിൽ പണി നടത്തിയായിരുന്നു. അല്ല, ചെമ്മീനെ ആ ഗ്രേവി ഭയങ്കര ടേസ്റ്റ്, ഒന്നും പറയാനില്ല അതിൻ്റെ. അതുകൊണ്ട് ചോറിനൊപ്പം പിടിക്കാൻ കൊതിയായി. അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി എന്തെങ്കിലുമൊക്കെ ആഘോഷിക്കാൻ, അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ആഘോഷിക്കാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഏത് പോർഷൻ വേണം അതും അവർ തരാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പരിപാടി കൂടി നടത്താവുന്നതാണ്. പിന്നെ അതിനൊരു ഫോട്ടോഗ്രാഫർ വേണോ വിളിക്കാൻ മറക്കണ്ട, ഞാനിവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ പരസ്യം കൂടി സൈഡിൽ കൂടി പോയിക്കോട്ടെ എന്ന് പറഞ്ഞത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് നമ്മുടെ വീഡിയോയിലൂടെ. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് അവരുടെ ഫുഡ്. അത് ഭയങ്കര റീസണബിൾ പ്രൈസിലാണ് ആ ഫുഡ് തരുന്നത്. അത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാവും. വിത്ത് ഇത്രയും നല്ലൊരു ആംബിയൻസ് കേട്ടാ, അത് നേരിട്ട് പോയി അനുഭവിക്കാം. ഒന്നും പറയണ്ട മോനെ, എടുക്കാൻ ഫുഡായിരുന്നു. മനസ്സിലേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയണ്ട. ഇത് എൻ്റെ പ്ലേറ്റും കാണണ്ടല്ലോ. ഈ പ്ലേറ്റ് കണ്ടതേ നക്കി തുടച്ച് ചെയ്യുന്ന പാടക്കേൻ്റെ അതുണ്ട്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു ആ ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന്. പക്ഷേ ഹാഫ് പോർഷൻ ആയിട്ടാണെങ്കിലും ഇത്രയും വിഭവങ്ങളുള്ളതുകൊണ്ടായിരിക്കാം തിന്ന് തീരണ്ടായില്ലതേ. അത് കഴിഞ്ഞിട്ട് ചട്ടിയും കൂടി കാര്യമാക്കണം. ഒന്നും പറയണ്ട, ഞാൻ പറയില്ല, ചെമ്മീൻ്റെ ഗ്രേവി കിടക്കേണ്ട ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ടേസ്റ്റ് ആസ്വദിക്കാനായിട്ട് നേരെ പോകുന്നു കുമ്പളത്തോട്ട്. കുമ്പളത്തുള്ള അതന്നെ. അപ്പോൾ ഇതേപോലെ നക്കടിച്ചിട്ട് പോവാം. അപ്പോൾ നൈസേട്ടാ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്തെടുക്കുക. അതുപോലെ കൊച്ചിക്കാരൻ ഫുഡിനെ സ്പെഷ്യലായിട്ട് ഫോളോ ചെയ്യണം. ഫുഡ് പ്രേമികൾ അത് ഫോളോ എൻ്റെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുള്ളൂ. ഓക്കെ, ബൈ.